ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും സിനീസ് ലേണിംഗ് ജേണിയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സിനീസ് ലേണിംഗ് ജേണി. അപ്പൊ നമ്മള് SSLC ഫിസിക്സ് 2025-26 ചാപ്റ്റർ തേർഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ, അതായത് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിന്റെ അപവർത്തനം. If a ray of light enters from one medium to another medium of different optical density, its path undergoes a deviation. It is called a റിഫ്രാക്ഷൻ. വ്യത്യസ്ത പ്രകാശ സാന്ദ്രതയുള്ള രണ്ട് മീഡിയം, അങ്ങനെയുള്ള മീഡിയം ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം നോക്കിക്കേ. ഇങ്ങനെ പോകേണ്ടതാണ്, അതെ ഇങ്ങനെ പോയി ആ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം, അതാണ് എന്തെന്ന് പറയുന്നത് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറയുന്നത്. അതെപ്പോഴും ഇപ്പോ എയറിൽ നിന്നും വാട്ടറിലേക്ക് കടക്കുമ്പോ ഇത് നോർമൽ ആണെന്ന് വെച്ചോ. എയർ എന്ന് പറയുന്നത് ഒരു ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അതായത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മീഡിയവും വാട്ടർ എന്ന് പറയുന്നത് പ്രകാശിക സാന്ദ്രത കൂടിയ മീഡിയമാണ്. അങ്ങനെ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മീഡിയത്തിൽ നിന്നും കൂടിയ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ നോക്കിക്കേ, ആ റിഫ്രാക്റ്റഡ് റേ എന്ത് നോർമലിലേക്ക് ബെൻഡ് ചെയ്യും അല്ലെ. തിരിച്ചാണെങ്കിലോ ഇപ്പൊ വാട്ടറിൽ നിന്നും, അതായത് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്നും ലോവർ ഇങ്ങനെ പോവേണ്ടതാണ്. ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യും? അകന്നു പോകും അല്ലെ. റിഫ്രാക്റ്റഡ് റേ അകന്നു പോകും. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇപ്പൊ എയർ എന്നൊരു മീഡിയം എടുത്താൽ പക്ഷെ ആ മീഡിയത്തില് പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകം, പ്രോപ്പർട്ടി, അതാണ് എന്തെന്ന് പറയുന്നത് പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് ഓരോ മീഡിയത്തിനും വ്യത്യസ്തമായിരിക്കും അല്ലെ. ഇപ്പൊ എയറിന്റെ ആയിരിക്കത്തില്ല വാട്ടറിന്റെ അല്ലെ, വാട്ടറിന്റെ ആയിരിക്കത്തില്ല ഗ്ലാസിന്റെ ആയിരിക്കത്തില്ല ഡയമണ്ട്. അങ്ങനെ ഓരോ മീഡിയത്തിനും വ്യത്യസ്തമായിരിക്കും പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. ഇത് തമ്മിൽ വിപരീത അനുപാതമായിരിക്കും. അതായത് പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ എന്ത് ചെയ്യും? സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? കുറയും. അതായത് പ്രകാശത്തിന്റെ വേഗത കുറയും. പ്രകാശത്തിന്റെ വേഗത കൂടുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. ഇതും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. എന്തൊക്കെ തമ്മിലുള്ള അനുപാതമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്? എന്തൊക്കെ തമ്മിലുള്ളതാണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, അതായത് ശൂന്യതയിലെ പ്രകാശത്തിന്റെ വേഗവും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി മീഡിയം, അതായത് ഏത് മീഡിയമാണ് നമ്മൾ എടുക്കുന്നത്? ഗ്ലാസ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, എയർ ആയിക്കോട്ടെ, ആ മീഡിയത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റും ആണ് തമ്മിലുള്ള അനുപാതമാണ് എന്തെന്ന് പറയുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണെങ്കിൽ n = C/V. C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ശൂന്യതയിലെ ലൈറ്റിന്റെ വേഗത. V എന്ന് പറയുന്നത് ആ മീഡിയത്തിലെ ലൈറ്റിന്റെ വേഗത. മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ നമ്മളൊരു ഗ്ലാസ് പ്രിസം എടുക്കുക. ഗ്ലാസ് പ്രിസം അല്ലെ, റിഫ്രാക്ഷൻ ത്രൂ ഗ്ലാസ് പ്രിസം. ഒരു ലൈറ്റ് റേ ചരിഞ്ഞതേ കടക്കുകയാണ്, ഒബ്ലിക്ലി എൻ്റർ ചെയ്യുകയാണ്. അത് ഡീവിയേറ്റ് ചെയ്തതിനു ശേഷം ലീവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് ബേസ് ആണ് അല്ലെ. ഈ ബേസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നോർമൽ കണ്ടോ, ബേസിനടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അടുത്തത്, ഡിസ്പേർഷൻ അഥവാ പ്രകാശ പ്രകീർണനം. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശ പ്രകീർണനം. എന്താണ് പ്രകാശ പ്രകീർണനം? അതായത് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ കമ്പോസിറ്റ് ലൈറ്റ് ഇൻടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ്. അതായത് ഒരു കമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ധവള പ്രകാശം അല്ലെ, വൈറ്റ് ലൈറ്റ്, സൺലൈറ്റ് എന്നൊക്കെ പറയാം. ഒരു കമ്പോസിറ്റ് ലൈറ്റ്, ഒരു വൈറ്റ് ലൈറ്റില് ഘടകവർണ്ണങ്ങളുണ്ട് അല്ലെ, വിബ്ജിയോ അങ്ങനെ ഘടകവർണ്ണങ്ങളുണ്ട് അല്ലെ. അങ്ങനെ ഒരു വൈറ്റ് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ഘടകവർണ്ണങ്ങളാകുന്നു. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പേർഷൻ അഥവാ പ്രകാശ പ്രകീർണനം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഗ്ലാസ് പ്രിസം ആണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇവിടെ ഒരു ലൈറ്റ് എൻട്രി ചെയ്യുന്നു, അവിടെ എന്ത് നടക്കുന്നു? റിഫ്രാക്ഷൻ നടക്കുകയും ഇതിന്റെ രണ്ട് ഫേസസിൽ വെച്ച് റിഫ്രാക്ഷൻ, അതായത് ഈ ഗ്ലാസ് പ്രിസത്തിന്റെ രണ്ട് ഫേസസിലും റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ റേ ഓഫ് ലൈറ്റിനെ, ഈ വൈറ്റ് ലൈറ്റിനെ അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലെ. നോക്കിക്കേ, അതിന്റെ മുകളിൽ വന്നിരിക്കുന്നത് റെഡും താഴെ വന്നിരിക്കുന്നത് വയലറ്റും ആണ്. അതിനർത്ഥം എന്താണ്? റെഡ് എന്ന് പറയുന്നതിന് വേവ് ലെങ്ത് എന്താണ്? കൂടുതലാണ്. അതുകൊണ്ട്
അത് ഡീവിയേറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. താഴെ വന്നിരിക്കുന്നത് എന്താണ്? വയലറ്റ് ആണ്. വയലറ്റ് ആയിരിക്കും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുക. കാരണം എന്താണ്? അതിന് ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് തരംഗദൈർഘ്യം കുറവാണ്. അപ്പൊ നോക്കിക്കേ, when light passes through a prism, it undergoes refraction at the two faces of the prism. The extent of deviation depends on the wavelength of light. Red deviates the least because of its longer wavelength. അതായത് റെഡ് എന്തുകൊണ്ടാണ് ഏറ്റവും കുറവ് ഡീവിയേഷൻ ഉണ്ടായത്? റെഡിനാണ് അല്ലെ. ഇതിനിടയ്ക്കുള്ള ഘടകവർണ്ണങ്ങളെല്ലാം റെഡിനാണ് ഏറ്റവും കുറവ് ഡീവിയേഷൻ ഉണ്ടായത് അല്ലെ. ഇതുകൊണ്ടാണ് ഇതിന് ലോങ്ങർ വേവ് ലെങ്ത് ആണ്. വയലറ്റ് ഡീവിയേറ്റ്സ് മോസ്റ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഷോർട്ടർ വേവ് ലെങ്ത് അല്ലെ. കാരണം വയലറ്റിന് വേവ് ലെങ്ത് തരംഗദൈർഘ്യം കുറവാണ്. അതർ കളേഴ്സ് അറേഞ്ച്ഡ് ബിറ്റ്വീൻ റെഡ് ആൻഡ് വയലറ്റ്. അതായത് ഇൻഡിഗോ, ബ്ലൂ, അങ്ങനെ ബിബ്ജിയോ, ഗ്രീന്, യെല്ലോ, ഓറഞ്ച് അതെല്ലാം എങ്ങനെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. അതായത് വേവ് ലെങ്ത് അനുസരിച്ച് അറേഞ്ച് ചെയ്യും. ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രകാശ പ്രകീർണത്തിന്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വ്യതിയാനം സംഭവിക്കുന്നത് ഏത് ലൈറ്റിനാണെന്ന് ചോദിക്കാം അല്ലെ. ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാകുന്നത് വയലറ്റിനാണ് അല്ലെ. അതുപോലെ തന്നെ ഏറ്റവും കുറവ് ഡീവിയേഷൻ ഉണ്ടാകുന്നത് എന്തിനാണെന്ന് ചോദിക്കാം. എന്തിനാണ്? റെഡിനാണ് അല്ലെ. എന്തുകൊണ്ടാണെന്ന് വൈ എന്ന് ചോദിക്കാം, റീസൺ ചോദിക്കാം. എന്തുകൊണ്ടാണ്? വേവ് ലെങ്തിന്റെ വ്യത്യാസം അല്ലെ. റെഡിന് വേവ് ലെങ്ത് കൂടുതലും വയലറ്റിന്റെ വേവ് ലെങ്ത് കുറവും ആയതുകൊണ്ടാണ് അല്ലെ. അപ്പോ വേവ് ലെങ്ത് കൂടുമ്പോ ഡീവിയേഷൻ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? വേവ് ലെങ്ത് കൂടുമ്പോ ഡീവിയേഷൻ കുറയും അല്ലെ. അതായത് തരംഗദൈർഘ്യം കൂടുമ്പോൾ വ്യതിയാനം കുറയും. അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഡീവിയേഷൻ ഓഫ് എ റേ ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ്സ്? അതായത് പ്രകാശത്തിന്റെ വ്യതിയാനം എന്തെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? എന്തെല്ലാം ഘടകങ്ങൾ? ഒന്ന് ഞാൻ പറഞ്ഞു, വേവ് ലെങ്ത് അഥവാ തരംഗദൈർഘ്യം. അതായത് ലൈറ്റിന്റെ, പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം അഥവാ ലൈറ്റിന്റെ വേവ് ലെങ്ത്. രണ്ടാമത്തേത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം അല്ലെ. അപവർത്തനാങ്കം, ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം. ഈ രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു പ്രകാശത്തിന്റെ ഡീവിയേഷൻ. അടുത്ത് നോക്കിക്കേ, റെയിൻബോ. എ റേ ഓഫ് സൺലൈറ്റ് പാസിംഗ് ത്രൂ വാട്ടർ ഡ്രോപ്ലെറ്റ് undergoes refraction twice and internal reflection once. അതായത് ഒരു വാട്ടർ ഡ്രോപ്പ്, അതായത് ഒരു വെള്ളത്തുള്ളി അല്ലെ. ഇത് നോക്കിയേക്ക്, ഇതൊരു വെള്ളത്തുള്ളിയാണ്. അതിലേക്കൊരു സൺലൈറ്റ് വന്ന് വീഴുകയാണ്. സൺലൈറ്റ് വന്ന് വീഴുമ്പോ അവിടെ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതായത് ആന്തരിക പ്രതിപതനം, അത് തട്ടി വീണ് തിരിച്ചു വരും. അത് ഒരു തവണ നടക്കും. അതുപോലെ തന്നെ റിഫ്രാക്ഷനും നടക്കും. എത്ര തവണ? 2 തവണ. ഇവിടെ തട്ടി ഇങ്ങോട്ടേക്ക് പിന്നെ ഇങ്ങോട്ടേക്ക്, അങ്ങനെ 2 തവണ റിഫ്രാക്ഷനും നടക്കും. അതിന്റെ ഫലമായിട്ടാണ് എന്ത് ഉണ്ടാവുന്നത്? റെയിൻബോ ഉണ്ടാവുന്നത്. ഇവിടെ ഇങ്ങനെ കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ മുകളില് വയലറ്റും താഴെ റെഡും ആണ്. പക്ഷെ നമ്മൾ മഴവില് കാണുമ്പോ മുകളില് റെഡും താഴെ വയലറ്റും അല്ലേ. അന്തരീക്ഷത്തിൽ എന്ന് പറയുമ്പോ ഒരു തുള്ളിയാണോ, ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് ആണോ ഉള്ളത്? അല്ലേ അല്ലെ. ഒരുപാട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട് അല്ലെ. അങ്ങനെ നമ്മൾ നോക്കുമ്പോ ഇത് നോക്കിക്കേ, 2 വാട്ടർ ഡ്രോപ്ലെറ്റ്സ് തമ്മിൽ നടക്കുന്ന, അതായത് 2 വാട്ടർ ഡ്രോപ്ലെറ്റില് സൺലൈറ്റിൽ നിന്ന് പതിച്ചിട്ട് അവിടെ റിഫ്രാക്ഷനും ഇന്റേണൽ റിഫ്ലക്ഷനും സംഭവിച്ച് ലൈറ്റ് റേ റിഫ്രാക്റ്റഡ് റേ ഇങ്ങനെ വരുന്നു അല്ലെ. അപ്പൊ അവിടെ നോക്കിക്കേ, അങ്ങനെ ഇതിന്റെ, അതായത് ഈ ഡ്രോപ്ലെറ്റിൽ നിന്നുണ്ടാകുന്നത്, അതായത് അടുത്തടുത്ത ഡ്രോപ്ലെറ്റുകളുടെ വയലറ്റും റെഡും അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നോക്കിക്കേ, അപ്പൊ ആദ്യത്തെ നോക്കിക്കേ ഇവിടെ 2, അതായത് ഈ വയലറ്റ് റെഡ് കണ്ടോ. അപ്പൊ നമ്മൾ കാണുന്നത് ഈ റെഡ് വയലറ്റ്, അവിടെയാണ് റെയിൻബോ കാണുന്നത്. അതുകൊണ്ടാണ് റെയിൻബോ കാണുമ്പോ മുകളില് റെഡും താഴെ വയലറ്റും. അല്ലെങ്കിൽ നോക്കിയാൽ വയലറ്റ് ആണ് മുകളില് റെഡ് കണ്ടോ. അടുത്തടുത്ത് 2 ഡ്രോപ്ലെറ്റ്സ് വരും. നമ്മൾ കാണുന്നത് ഈ ഭാഗമാണ് ഇവിടെ കണ്ടോ. റെഡ് മുകളിൽ, അതായത് ഇതിന്റെ റെഡും ഈ ഡ്രോപ്പിൽ നിന്നുണ്ടാവുന്ന വയലറ്റും ആണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് മുകളില് റെഡും താഴെ വയലറ്റും വരുന്നത്. അതിനിടയ്ക്ക് ബാക്കിയുള്ള കളേഴ്സ് അറേഞ്ച് ചെയ്ത് കാണപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, റെയിൻബോ എന്ന് പറയുന്നത് എന്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്? നമ്മൾ പറഞ്ഞല്ലേ, റെയിൻബോ ഇസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് കമ്പൈൻഡ് എഫക്ട് ഓഫ് റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ ആൻഡ് ഇന്റേണൽ റിഫ്ലക്ഷൻ. അതായത് റിഫ്രാക്ഷൻ, അപവർത്തനത്തിന്റെയും പ്രകാശ പ്രകീർണനത്തിന്റെയും ആന്തരിക പ്രതിപതനത്തിന്റെയും ഒരു കമ്പൈൻഡ് എഫക്റ്റ് അല്ലെ. ഒരു കമ്പൈൻഡ് എഫക്റ്റിന്റെ റിസൾട്ട് ആയിട്ടാണ്, ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? റെയിൻബോ ഉണ്ടാവുന്നത്.
A rainbow is always formed in a direction opposite to the sun. എപ്പോഴും സൂര്യൻ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും റെയിൻബോ ഉണ്ടാവുന്നത്. നോക്കിക്കേ, if the rainbow is seen in the east, ഈസ്റ്റിലാണ് റെയിൻബോ കാണുന്നതെങ്കിൽ സൂര്യൻ എവിടെയായിരിക്കും? വെസ്റ്റിലായിരിക്കും. അതായത് കിഴക്കാണ് റെയിൻബോ കാണുന്നതെങ്കിൽ സൂര്യൻ എവിടെയായിരിക്കും? പടിഞ്ഞാറായിരിക്കും, അല്ലേ? വാട്ട് ഈസ് സ്പെക്ട്രം അഥവാ എന്താണ് വർണ്ണരാജി, അല്ലെ? ഓർഡർലി അറേഞ്ച്മെന്റ്സ് ഓഫ് ദി കമ്പോണന്റ് കളേഴ്സ് ഇൻ വൈറ്റ് ലൈറ്റ് ഈസ് കോൾഡ് ദ സ്പെക്ട്രം. നമ്മൾ പറഞ്ഞു വൈറ്റ് ലൈറ്റിന് ഘടകവർണ്ണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ആ ഘടകവർണ്ണങ്ങളെ തരംഗദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വർണ്ണരാജി എന്ന് പറയുന്നത്. അതായത് വേവ് ലെങ്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയേ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ വിബ്ജിയോ കണ്ടോ, വയലറ്റ് മുതൽ റെഡ് വരെയുള്ള ഘടകവർണ്ണങ്ങളെ ഇങ്ങനെ തരംഗദൈർഘ്യത്തിന്റെ വേവ് ലെങ്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇവിടെ റൈറ്റിലോട്ട് പോകുന്തോറും എന്ത് വേവ് ലെങ്ത് എന്താണ്? കൂടും, അല്ലെ? ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതോറും വേവ് ലെങ്ത്, റെഡിനല്ലേ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്, വയലറ്റിന് വേവ് ലെങ്ത് കുറവും. അതിനിടയ്ക്കുള്ളതിനെ അറേഞ്ച് ചെയ്തേക്കുന്നത് അതനുസരിച്ചാണ്. റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ്, അതായത് വർണ്ണങ്ങളുടെ പുനഃസംയോജനം. ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിയേ, ഇവിടെ 2 ഗ്ലാസ് പ്രിസം ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു വൈറ്റ് ലൈറ്റ് വരുന്നു. വൈറ്റ് ലൈറ്റ് വരുമ്പോൾ നമ്മൾ പറഞ്ഞല്ലേ അതിലുള്ള ഘടകവർണ്ണങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നു, അല്ലെ? നോക്കിക്കേ, റിഫ്രാക്ഷൻ മൂലം എന്താ ഇവിടെ ഡിസ്പേർഷൻ നടക്കുന്നു, അല്ലെ? ഡിസ്പേർഷൻ നടന്നുണ്ടാവുന്ന ഘടകവർണ്ണങ്ങൾ നോക്കിക്കേ, വീണ്ടും ഇതിൽ കൂടെ പുറത്തു വരുമ്പോൾ, അടുത്ത ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്ന് പുറത്തു വരുമ്പോൾ എന്താവുന്നു? വീണ്ടും വൈറ്റ് ലൈറ്റ് ആയിട്ട് മാറുന്നു, അല്ലെ? അതാണ് എന്താന്ന് പറയുന്നത്? റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് അഥവാ വർണ്ണങ്ങളുടെ പുനഃസംയോജനം. ഡിസ്പേർഷൻ സംഭവിച്ച ഘടകവർണ്ണങ്ങളെല്ലാം വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ ഒന്നായി വൈറ്റ് ലൈറ്റ് ആയിട്ട് മാറുന്നു, അല്ലെ? അതാണ് എന്തെന്ന് പറയുന്നത്? റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് അഥവാ വർണ്ണങ്ങളുടെ പുനഃസംയോജനം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അഥവാ വൈദ്യുത കാന്തിക വികിരണം. എന്താണ് വൈദ്യുത കാന്തിക വികിരണം? അതായത് വേവ്സ് ഇങ്ങനെ തരംഗങ്ങളുടെ രൂപത്തില് ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഊർജ രൂപമാണ് എന്തെന്ന് പറയുന്നത്? വൈദ്യുത കാന്തിക വികിരണം. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് എനർജി ദാറ്റ് ട്രാവൽസ് ത്രൂ സ്പേസ് ഇൻ ദി ഫോംസ് ഓഫ് വേവ്സ്. അതായത് തരംഗങ്ങളുടെ രൂപത്തില് ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഊർജ രൂപമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അഥവാ വൈദ്യുത കാന്തിക വികിരണം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? എന്താണ് വൈദ്യുത കാന്തിക സ്പെക്ട്രം? വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ ക്രമമായ വിതരണത്തെയാണ് എന്തെന്ന് പറയുന്നത്? വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് പറയുന്നത്. അതായത് ദ ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അതായത് നമ്മൾ പറഞ്ഞ സ്പെക്ട്രം നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? സ്പെക്ട്രം എന്താണ്? ആ ഘടകവർണ്ണങ്ങളെ, വിബ്ജിയോർ എന്ന ഘടകവർണ്ണങ്ങളെ അതിന്റെ തരംഗദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ, അല്ലെ, ഈ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ, വൈദ്യുത കാന്തിക വികിരണങ്ങളെ ക്രമമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഡു നോട്ട് റിക്വയർ എ മീഡിയം ടു ട്രാവൽ. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഒരു മാധ്യമം ആവശ്യമില്ല ട്രാവൽ, സഞ്ചരിക്കുന്നതിനായിട്ട്. അടുത്ത എന്താണ്? ദ സ്പീഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ദ സ്പീഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് ഡാഷ് എന്ന് ചോദിക്കാം. അപ്പൊ ഫില്ലപ്പിലായിട്ട് ചോദിക്കാം. അപ്പൊ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. Infrared is the reason behind heat content in the sunlight. അതായത് നമ്മുടെ സണ്ണിന് ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും ഈ ചൂടാണ്, സൺലൈറ്റ് ചെയ്ത് വരുന്നതാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക്. പക്ഷെ അതില് ഹീറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റേസും അൾട്രാ വയലറ്റ് റേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അൾട്രാ വയലറ്റ് റേസ് എന്ന് പറയുന്നത്. ഇൻഫ്രാറെഡ് റേ ഈസ് ദ റീസൺ ബിഹൈൻഡ് ഹീറ്റ് കണ്ടന്റ് ഇൻ ദി സൺലൈറ്റ്. സൺലൈറ്റിലുള്ള ചൂടിന്റെ, ഹീറ്റ്
മാഗ്നറ്റിക് കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്രാറെഡ് ആണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. അതേസമയം അൾട്രാവയലറ്റ് റേഡിയേഷൻ ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് വൈറ്റമിൻ ഡി ഇൻ അവർ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? അൾട്രാവയലറ്റ് റേസ് ആണ്. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയേ, ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു വ്യക്തത വരും. നോക്കിക്കേ, ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ക്രമമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് സച്ച് ആസ് ഗാമ റേസ്, എക്സ് റേസ്, യു വി റേസ്, ഇൻഫ്രാറെഡ് റേസ്, റേഡിയോ വേവ്സ്, വിസിബിൾ ലൈറ്റ് അല്ലെ. ഇവിടെ വിസിബിൾ ലൈറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? വിസിബിൾ ലൈറ്റിനെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത് ഇത് ഇത്രയുമാണ് അല്ലെ. അതായത് 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് നമുക്ക് കാണാൻ കഴിയുന്ന റേസ് എത്ര മുതൽ എത്ര വരെ ആണെന്നുള്ളത് ചോദിക്കാം. നമുക്ക് ഇങ്ങോട്ട് വേവ് ലെങ്ത് കുറവും ഇങ്ങോട്ട് വേവ് ലെങ്ത് കൂടുതലും ആയിരിക്കും. ഇങ്ങോട്ടേക്ക് ഹൈ എനർജിയും ഇങ്ങോട്ടേക്ക് ലോ എനർജിയും ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്കിനി ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ യൂസസ് ഒക്കെ ഒന്ന് നോക്കാം. നോക്കിക്കേ, ഗാമ റേസ് ക്യാൻസർ ട്രീറ്റ്മെന്റിലൊക്കെ യൂസ് ചെയ്യുന്നത് ഗാമ റേസ് ആണ്. എക്സ് റേസ് മെഡിക്കൽ ഡയഗ്നോസിസിനൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ കയ്യോ കാലോ ഒക്കെ ഒടിയോ പൊട്ടയോ എല്ലിന് പൊട്ടലൊക്കെ എക്സ്റേ ഒക്കെ എടുക്കുന്ന കണ്ടിട്ടില്ലേ? അതിന് ഉപയോഗിക്കുന്നത് എന്താണ്? എക്സ് റേസ് ആണ്. അൾട്രാവയലറ്റ് റേസോ വാട്ടർ പ്യൂരിഫയറിലൊക്കെ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് റേസ് ആണ്. വിസിബിൾ ലൈറ്റോ പോസിബിൾ വിഷൻ അല്ലെ. അതായത് നമ്മുടെ കാഴ്ച സാധ്യമാകുന്നത്, നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ കാണാൻ കഴിയുന്നത് വിസിബിൾ ലൈറ്റ് യൂസിനാണ്. ഇനി ഇൻഫ്രാറെഡ് റേസ് എന്ന് പറയുന്നത് ടിവിയുടെ ഒക്കെ റിമോട്ടില്ലേ, അതിൽ ഈ ഇൻഫ്രാറെഡ് റേസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ റേഡിയോ വേവ്സ്, മൊബൈൽ ഫോണില് റേഡിയോയിലൊക്കെ ഈ റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്? റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ ചോദിക്കണം കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.